വെൽക്കം ടു മോഹൻലാൽ സ്റ്റേസ് ടേസ്റ്റ് ഓഫ് കേരള. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്ന അനുചേച്ചിയുടെ വീട്ടിലാണ്. അനുചേച്ചി നമുക്ക് വേണ്ടി ഇന്നൊരു നല്ലൊരു സ്പെഷ്യൽ നല്ല എരിവുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നോൺ വെജ് ആണ്. അപ്പം അനുചേച്ചിയുടെ ഫാമിലിയൊക്കെ നമുക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹലോ എവ്രിബഡി, ഹായ്. ഇപ്പം എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. അനുചേച്ചീനെ എനിക്കറിയാം, ബ്രദറാണ്, ഹസ്ബൻഡാണ്, 2 മക്കളാണ്, പിള്ളേർ. ഓക്കെ, ഇത് അച്ഛൻ, മമ്മി, ഇത് അനിയത്തി. ഓക്കെ. അപ്പൊ ഇന്ന് നിങ്ങൾ ടേസ്റ്റ് ഓഫ് കേരള കാണാറില്ലേ? ഇഷ്ടാണോ? ഇഷ്ടാണോ ടേസ്റ്റ് ഓഫ് കേരള? ഇഷ്ടമാണോ? ടിവിയിൽ കണ്ടിട്ടില്ല, നേരിട്ട് ഇപ്പൊ കണ്ടെന്ന് പറയും ആണെങ്കില്. പിന്നെ എന്ത് ഡിഷാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്? ഇന്ന് സ്പൈസി കക്ക റോസ്റ്റ്. സ്പൈസി കക്ക റോസ്റ്റ്. ഓക്കെ, കക്ക റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാരും ട്രൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിനെ കുറിച്ച്? തീർച്ചയായിട്ടും എനിക്കും കൂടി ഒന്ന് ട്രൈ ചെയ്യണം. അപ്പൊ ഇന്ന് നമുക്ക് അടുക്കളയിലേക്ക് പോവാം. നിങ്ങളെല്ലാവരും ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിളിക്കാം. ഓക്കെ ഓക്കെ, ബൈ പറഞ്ഞേ. ബൈ. ആയാടാ. അപ്പൊ നമ്മൾ അനുചേച്ചിയുടെ വീട്ടിലാണ്. അനുചേച്ചി നമുക്ക് വേണ്ടി ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കക്ക ഇറച്ചി വെച്ചിട്ടുള്ള കക്ക ഇറച്ചി റോസ്റ്റ് ആണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എന്തായാലും എല്ലാം റെഡി ആയിട്ടിരുന്നോളൂ. എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം കക്ക വേവിക്കാനായിട്ട് സവോള വേണം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഉപ്പ് ഇതെല്ലാം ഇട്ട് വേവിക്കുക. ഫസ്റ്റ് വേവിക്കുക. ഇത് ക്ലീൻ ചെയ്ത് വെച്ച എന്നേക്കാൾ നന്നായിട്ട് എൻ്റെ മമ്മിക്ക് നന്നായിട്ട് അറിയാം ക്ലീൻ ചെയ്യാനൊക്കെ. മമ്മിയെ ഹെൽപ്പ് ചെയ്ത ക്ലീൻ ചെയ്യാനൊക്കെ. ഇതാണ് ഹലോ. അപ്പൊ ഇതാണ് അനുചേച്ചിയുടെ മമ്മി. ഓക്കെ, മമ്മി ഒരു ഷോർട്ട് സ്റ്റോറി പറയൂ. കക്കേനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണല്ലോ ആൻറ്റി. ആൻറ്റി പറയൂ കക്കേനെ കുറിച്ച്. ചക്ക നേരത്തെയൊക്കെ നമ്മൾ ആറ്റിൽ നിന്ന് ഇങ്ങനെ വാരിക്കൊണ്ട് വരുമ്പോൾ അത് പുഴുങ്ങി പൊട്ടിച്ചൊക്കെ എടുക്കുമായിരുന്നു. അതൊക്കെ നേരത്തെയുള്ള ആൾക്കാർക്കൊക്കെ അതറിയാം. ഇപ്പം എല്ലാം മാർക്കറ്റ് സുലഭമല്ലേ. അപ്പം അത് നമ്മൾ കക്ക നേരിട്ട് മേടിക്കാൻ കിട്ടും. മേടിച്ച് നമ്മൾ വീട്ടിൽ വന്ന് നല്ലതായിട്ട് അത് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുന്നത് ശകലം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നല്ലതായിട്ട് കഴുകി ഒരു 10 പ്രാവശ്യമെങ്കിലും നല്ലതായിട്ട് ഞെരടി കഴുകി എടുക്കണം. തോട് കളഞ്ഞതിന് ശേഷം എന്നിട്ട് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കണം. അത് എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും പക്ഷെ ഇത് കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. ഇത് എന്നാന്ന് ചോദിച്ചാൽ കാൽസ്യമാണ്. ഭക്ഷണമൊക്കെ കുറച്ച് കഴിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് നല്ല പിന്നെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാരും കഴിച്ചോളൂ. പിന്നെ ഇത് കക്ക കടുക്ക അത് തമ്മിൽ വ്യത്യാസം എന്താണ്? അത് കുറച്ചുകൂടെ വലുതാണ്. അത് വലുത്, ഇത് ചെറുത്. ഇത് തീരെ ചെറുതാണ്. ഓക്കെ. ഓ, ഇത്രയും കാര്യങ്ങളാണ് കക്കേനെ കുറിച്ച് ഒരാള് പറഞ്ഞത്. അപ്പം കക്ക ഇറച്ചി വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ സ്പൈസി. ഇത് ആരാ കണ്ടുപിടിച്ചത്? ചേച്ചിയാണോ? ചേച്ചിക്ക് പഠിപ്പിച്ചു കൊടുത്താണല്ലേ? അവളെല്ലാം ചെയ്യും. പിന്നെ ഞാൻ ഒരു സപ്പോർട്ട് സിസ്റ്റം. 2 സപ്പോർട്ടാണ്, അമ്മ ഒന്ന് അമ്മായിയമ്മ. 2 പേരും സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയായി ചേച്ചി. അപ്പൊ ഇനി എന്താ നമുക്ക് ആദ്യം ഇനി സാധനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലായിരുന്നു നമ്മളൊരു ബ്രേക്ക് എടുത്തത്. താങ്ക് യു ആന്റി. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മളിത് വേവിക്കണം. കക്ക വേവിക്കണം. വേവിക്കാനായിട്ട് ആദ്യം നമ്മൾ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ് എല്ലാം ചേർത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കണം. വേവ് കൂടുതലുള്ള സാധനമാണിത്. കുറച്ച് ടൈം എടുക്കും. ഒരു 10-20 മിനിറ്റ് എങ്കിലും എടുക്കും വേകാനായിട്ട്. വേവിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ആദ്യം കക്കേനെ ഇങ്ങനെ നല്ലപോലെ വേവിച്ചെടുക്കണം. വെള്ളം ഒഴിച്ച് വേവിച്ച് 10-15 മിനിറ്റോളം വേവിച്ച് വെക്കുക. വെള്ളം മുഴുവൻ പറ്റണം. അങ്ങനെ വെള്ളം പറ്റുമോ തന്നെ? അത് കുറച്ചു നേരം സിമ്മിൽ വെച്ച് കഴിയുമ്പോൾ വെള്ളം പറ്റിക്കോളും. ആ വെള്ളം പറ്റുന്ന ഭാഗത്തിന് അങ്ങ് നമ്മൾ എടുത്താൽ മതി. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് നമ്മള് കക്ക നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ വേവിക്കണമെങ്കിൽ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം വെള്ളത്തിലിട്ട് ഇതിന്റെ കൂടെ ഇട്ട് കുറച്ച് ഉപ്പ് ഇടണ്ടേ? ഉപ്പും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിക്കണം. വേവിക്കാന്ന് വെച്ചാൽ വെള്ളം വറ്റുന്ന സമയം വരെയാണ് വേവിക്കേണ്ടത്. അടച്ചു വെക്കണം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾക്ക്
ഇത്രയും നേരം ഇപ്പൊ ഉപയോഗിച്ചിരിക്കുന്ന 1/2 കിലോ കക്കയാണ്. 1/2 കിലോ കക്കയുടെ അളവെന്ന് പറയുന്നത് ഇപ്പം വെളുത്തുള്ളി ഒരു 10 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പിന്നെ പച്ചമുളക് ഒരു 4-5 പച്ചമുളക്, 5-6 കൂടി കുഴപ്പമില്ല, സ്പൈസി ആയതുകൊണ്ട് കുറച്ച് എരിവിരുന്നോട്ടെ. പിന്നെ ഉപ്പ്, മഞ്ഞപ്പൊടി, ഉപ്പ് ഒരു സവാള ഒരു 2 സവാള, ചെറിയ സവാള, വലുതാണെങ്കിൽ ഒരു സവാള ചെറുതായിട്ട് മഞ്ഞപ്പൊടി കക്കയുടെ വിഷാംശം ഒക്കെ ഉണ്ടെങ്കിൽ മാറാൻ നമ്മളെല്ലാത്തിനും മഞ്ഞപ്പൊടി ചേർക്കണം. പിന്നീട് ചേർക്കണം, നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചേർക്കണം, എന്നാലും ഇത് വേകുന്ന സമയത്ത് ചേർക്കുന്ന നല്ലതാണ്. ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർന്നിരിക്കുന്ന പോലെ അല്ലേ? കുറച്ച് വെള്ളം പൊങ്ങി നിൽക്കണം, കാരണം ഇത് വേവ് കൂടുതലുള്ള സാധനം ആയതുകൊണ്ട് കുറച്ച് സമയം വേഗം വെള്ളം പറ്റും. അത് സിമ്മിലിട്ട് വേവിക്കുക ഒരു 15 മിനിറ്റ്. ഇതാണ് നല്ലത്. ഏകദേശം നോക്കി വെള്ളം വറ്റുന്ന വരെ അല്ലേ? വെള്ളം വറ്റിയിട്ടുണ്ട്, ആവിയൊക്കെ വന്നു തുടങ്ങി. പച്ചമുളക് എല്ലാം നല്ല വെന്തു. 5 മിനിറ്റ് കൂടി അടച്ചു വെച്ചാൽ അല്ലേ? ഓക്കെ. അപ്പൊ ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ നമുക്ക് പരിചയപ്പെട്ടാലോ? മോനെ ബാ. ഒരാളിങ്ങനെ ബോട്ടിലൊക്കെ ആയിട്ട് നടക്കാട്ടോ. ഹലോ 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 പറ, ഹലോ പറ. ഹായ് മോനെ, വാട്സ്ആപ്പ്. പേരെന്താന്ന് പറഞ്ഞേ? ഒച്ചത്തി പറഞ്ഞേ. ഓ മൈ ഗോഡ്, വലിയൊരു ലോങ് നെയിം. നിക് നെയിം ഉണ്ടോ? ചുമ്മാ പപ്പി എന്നൊക്കെ വിളിക്കും, ചിച്ചു എന്നൊക്കെ വിളിക്കും. പപ്പി, പാപ്പ എന്നൊക്കെയാണ് വിളിച്ചാലും വിളി കേൾക്കുന്നത്. ഓക്കെ. ആൻഡ് മോന്റെ പേരെന്താ? പേര് പറ. മറന്നുപോയോ? പേര് പറ. ലിയാൻഡ്രോ എന്ന് പറ. നീ ഇപ്പൊ പറഞ്ഞില്ലേ ലിയാൻഡ്രോ, ഒരു നീണ്ട പേര്. കുട്ടൂസ്. അയ്യോ അയ്യോടാ. പാട്രിക്. നിങ്ങൾ പാലാരിവട്ടത്ത് വീട് അവിടെ. അപ്പം ഇവര് ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? വിത്ത് സ്കൂൾ? വല്ലതും മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞേ. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റിക് ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ. അതെവിടെയാ സ്കൂൾ? കൊച്ചി തന്നെയാണ്. കൊച്ചി തന്നെ. കലൂര്. സെക്കൻഡ് സ്റ്റാൻഡേർഡ്. അവൻ പ്ലേ സ്കൂളില്. പ്ലേ സ്കൂളിലൊക്കെ പോറായോ നീ? ബെന്റന്റെ ടീഷർട്ട് ആണല്ലോ. ബെന്റൻ അവന് ഭയങ്കര ഫേവറേറ്റ് ഫാൻ ആണ്. അതെ അതെ, ബെന്റന്റെ ഫാനാണ്. എന്ത് വർക്ക് ചെയ്യുന്നു? MTS കൊച്ചി തന്നെ. ഓ ഓക്കെ. ഇവരിൽ ഏറ്റവും കുറുമ്പാരാണ്? കുട്ടൂസാണ്. പപ്പി, പാവം പപ്പി, പപ്പൂസ്. ഒന്നും മിണ്ടുന്നില്ല, വായ കടച്ചു വെച്ചിരിക്കുക. അപ്പൊ എന്തായാലും അനുചേച്ചിയുടെ കുക്കിങ്ങിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? താല്പര്യം ഉണ്ടോ? അനു ഭയങ്കര ഇൻട്രസ്റ്റ് ആൻഡ് ഹോബീസ് ബേസിക്കലി ഇതാണ്, കുക്കിംഗ് ആണ്. പിന്നെ ഷീ എൻജോയ്സ് കുക്കിംഗ്. We love having her food. അയ്യടാ, so sweet. അപ്പൊ നിങ്ങൾ പുറത്തൊന്നും പോയി കഴിക്കാറില്ല? കഴിക്കും, എനിക്ക് പുറത്ത് കഴിക്കുന്ന ഇഷ്ടം. സ്പെഷ്യൽ ഡിഷസ് എന്ന് പറഞ്ഞാൽ നോൺ വെജ് ആണ്. She is very special in preparing. ഇപ്പോഴും ഞങ്ങൾ കക്ക ഇറച്ചിയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. മമ്മി ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള എന്താ? ഏറ്റവും അല്ല, ഏറ്റവും ഇഷ്ടമുള്ള കറി എന്താന്ന്? എന്തുണ്ടാക്കിയാലും ഇഷ്ടമാണ്. എന്തായാലും നമ്മുടെ കക്ക ഇറച്ചി അതെന്തായി നോക്കണ്ടേ? ആവിയൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ആവിയൊക്കെ വന്നു തുടങ്ങി. അപ്പൊ താങ്ക് യു. ഇനി ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം ഞാൻ നിങ്ങളെ. ഓക്കെ. അപ്പൊ നമ്മളുടെ കക്ക ഇറച്ചി ആയെന്ന് തോന്നുന്നു. നമ്മൾ ഫാമിലിനെ മീറ്റ് ചെയ്തു, പപ്പീനെ മീറ്റ് ചെയ്തു, കുട്ടൂസിനെ മീറ്റ് ചെയ്തു, ഹസ്ബൻഡിനെ മീറ്റ് ചെയ്തു. ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോ സെക്കൻഡ് സെക്ഷനിലേക്ക്. അതെന്താണ് സെക്ഷൻ? അതാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുക. റോസ്റ്റിംഗ് സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? അത് സെപ്പറേറ്റ് ആണല്ലേ. അപ്പം സ്റ്റവ് ഓഫ് ചെയ്തിരിക്കുകയാണ് നമ്മളിപ്പോ. ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ചീനച്ചട്ടി അടുപ്പത്ത്. ഓക്കെ, വേറെ ചട്ടിയാണല്ലേ. വേറൊരു പാനിലാണ് ഇത് ചെയ്യുന്നത് നമ്മള്. ഇതിന് നമ്മള് വെളിച്ചെണ്ണയാണോ യൂസ് ചെയ്യുന്നത്? വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി ടേസ്റ്റ് കക്ക ഇറച്ചിക്ക്. ആണല്ലേ. ഇത് ചൂടാവാൻ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണിത്. ആദ്യം നമ്മള് ഇപ്പൊ കക്ക ഇറച്ചി നമ്മളിപ്പോ നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിന്റെ റോസ്റ്റിംഗ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മളിനി യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. വേറെ എണ്ണയൊന്നും യൂസ് ചെയ്യുന്നത് ആ ടേസ്റ്റ് വരത്തില്ല എന്നാണ് ചേച്ചി പറയുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയിലേക്ക് ചതച്ച് ചെറിയുള്ളിയാണ് ഇട്ടിരിക്കുന്നത്.
നല്ല മൊരിഞ്ഞ് വരുമ്പോഴത്തേന് നമ്മൾ വറ്റൽമുളക് ചേർക്കും. ഇപ്പോൾ ഇത് ആദ്യം നമ്മൾ ഫസ്റ്റ് വേകാൻ നേരം ചേർത്തിട്ടുണ്ടല്ലോ, കക്ക ചേർക്കുന്നതിൻ്റെ കൂടെ സവോള ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു 1/2 കപ്പ് മതി. 1/2 കപ്പ് ചെറിയ ഉള്ളി ചതച്ചത്. മിക്സിയിലൊന്നും അരയ്ക്കാം, നമ്മൾ ചെറിയ കല്ല് കിട്ടുമല്ലോ, വീട്ടിൽ വീട്ടിൽ കല്ലൊക്കെ ഉണ്ട്, ചെറിയ ചതച്ചെടുക്കുക, ഒരു ടേസ്റ്റാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. നമ്മളിനി അടുത്ത് ചേർക്കേണ്ട വറ്റൽമുളക് ചതച്ചത്. വറ്റൽമുളക് ലേശം വെള്ളത്തിൽ കുതിർത്ത് ചതയ്ക്കുക. കുറച്ച് നേരം കുതിർത്ത് വെച്ച ശേഷം വറ്റൽമുളക് ചതച്ചത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ചതയ്ക്കുക. ഈ സെയിം നമ്മൾ കല്ലിലിട്ട് ചതയ്ക്കുക. അത് മിക്സിയിലാണേലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത് അത് നല്ല കുതിരാൻ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ പൊടി ആയിട്ടിരിക്കത്തില്ലേ, അതിന് വേണ്ടി. കുതിർന്ന് വരാൻ വേണ്ടി ആദ്യം വെള്ളത്തിലിട്ട് വെക്കുക, പിന്നെ നന്നായിട്ട് ആ കല്ലിൽ വെള്ളം ഇട്ട് ചതച്ചെടുക്കുക. എന്നിട്ട് അതിന് ഇതിപ്പോ ഒരു 8 വറ്റൽമുളകുണ്ട്. പച്ചമുളക് ഇട്ടു. നമ്മൾ മറ്റേലും ഇട്ടില്ലേ പച്ചമുളക് ഇട്ടപ്പോൾ ഇത് സ്പൈസിയാണ്. അപ്പോൾ നമുക്ക് എരിവ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വറ്റൽമുളക് കുറച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ പച്ചമുളക് അതിൽ കുറച്ച് ചേർത്താൽ മതി, ഏതെങ്കിലും ചെയ്താൽ മതി. ഇപ്പം ഇതിപ്പോൾ 8-9 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു 4-5 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. എരിവ് കുറവ് വേണ്ടവർ വറ്റൽമുളകിൻ്റെ അളവ് കുറച്ചാൽ മതി. എരിവ് കൂടുതലാണെങ്കിലാണ് കക്ക ഇറച്ചിയുടെ ടേസ്റ്റ് വരുന്നത്. ഇതിനിപ്പോൾ ഇനി പെപ്പറും ഇതിനകത്ത് വരുന്നുണ്ട് ലാസ്റ്റ് സ്റ്റേജിൽ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നോക്കി ചെയ്താൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഇതിലിടുന്നില്ല, ഇല്ല, എല്ലാം ആദ്യം അരിഞ്ഞ് അതിനകത്ത് ചേർത്തു. ഇതൊന്ന് നന്നായിട്ടൊന്ന് നല്ല മൊരിയണം. സിമ്മിൽ കിടന്ന് മൊരിയുന്ന നല്ലത്. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിന് കളറ് ചേഞ്ച് വരും. സിമ്മിലാവുമ്പോൾ നല്ല കളറ് മാറത്തില്ല. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് നമ്മൾ ചെറിയുള്ളി ചതച്ചതിട്ടു. അതിനുശേഷം നമ്മൾ വറ്റൽമുളക്, വെള്ളത്തിൽ കുതിർത്ത് വെച്ച വറ്റൽമുളക് ഇടിച്ചത് നമ്മൾ 9 എണ്ണം ചേർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത് ഗരം മസാല പൊടിയാണ്. ഗരം മസാല ഇവര് വീട്ടിലുണ്ടാക്കിയതാണ് അല്ലെ? എന്തൊക്കെ ഇട്ടിരുന്നത് അതില്? പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം, കുരുമുളക്, തക്കോലം, ജാതിപത്രിയുടെ, ഇവിടെ ജാതിക്കയുണ്ട്, അപ്പൊ ജാതിപത്രിയുടെ ചുമന്ന ഇതില്ലേ, അതിന്റെ തോടിന്റെ ആവശ്യം എല്ലാം ഉണങ്ങിയത് എല്ലാം കൂടെ നമ്മൾ വറുത്ത് പൊടിച്ചു. ഇതൊക്കെ ഒരു വീട്ടിൽ വെച്ചിട്ട് ചെയ്ത ഒരു ഗരം മസാല പൗഡർ. അപ്പൊ അതിന്റെ ടേസ്റ്റ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും, നല്ലതാണ്. അപ്പൊ ഇനി അതെല്ലാം ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റാണ് അല്ലേ? അപ്പൊ ഇതിന് മുളക് പൊടിയുടെ ആവശ്യമില്ല, കാരണം നമ്മൾ പച്ചമുളക് ചേർത്തു, വറ്റൽമുളക് ചേർത്തു. ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് പെപ്പർ ചേർക്കണം. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ആവശ്യമില്ല, മഞ്ഞപ്പൊടി ഓൾറെഡി ഇത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഇങ്ങോട്ട് ഇടാലോ. ഇനി വേവിച്ച് വെച്ച കക്ക അതിലേക്ക് ചേർക്കാം. കക്കയിറച്ചി ഇട്ടു, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു. ലാസ്റ്റ് ആണ് കറിവേപ്പില ഇടുന്നത്. എന്തിനാ അങ്ങനെ? ഒരു ഗ്രീനിഷ് കളറായിരിക്കാൻ വേണ്ടി നമ്മൾ ചേർക്കാം. വേണമെങ്കിൽ നമുക്ക് ആദ്യം ചേർക്കാം, പക്ഷെ ഞാനിപ്പോൾ ഇതിൽ ലാസ്റ്റ് ഒന്ന് ചേർത്തുന്നേ ഉള്ളൂ. അപ്പം ആ ഇത് മൊരിയുന്ന സമയത്ത് ആ കറിവേപ്പിലയുടെ ആ സ്മെല്ലും എല്ലാം കൂടെ ഇറങ്ങുമല്ലോ. പിന്നെ ഇപ്പം നല്ല പോലെ നിന്ന് കളർ മാറി. ഇതിപ്പോൾ നമ്മളൊരു യെല്ലോയിഷ് കളറാണ്. ഇത് ഡാർക്ക് ബ്ലാക്ക് കളർ ആവുന്നോടം വരെ സിമ്മിൽ നമ്മൾ ബ്ലാക്ക് കളർ ആവും നല്ലപോലെ. അപ്പം ഫ്രൈ ആണോ, റോസ്റ്റ് ആവണം, അതുവരെ നമ്മളിത് അപ്പൊ ഏകദേശം ഒരു 15-20 മിനിറ്റ്സ് ആവും. നമ്മളിപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. സിമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ പണിയൊക്കെ ചെയ്യാം. വേറെ പണി ഉണ്ടെങ്കിൽ അതും ചെയ്യാം. നല്ലപോലെ ഇളക്കുവാണ്. ഈ കക്ക വേവിക്കുമ്പോൾ നന്നായിട്ട് ഉപ്പിട്ടായിരുന്നു, എന്നിട്ടും ഉപ്പ് തികയുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യാം. ഇപ്പം ഇനി ഇതിൽ വേറെ ഒന്നുമില്ല. ഇനിയിപ്പം ഒരു 1/2 സ്പൂൺ വിനീഗർ. ഈ നല്ല എരിവല്ലേ, എരിവാണ്. അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ലേശം ഒരു 1/2 സ്പൂൺ വിനീഗർ, അല്ലെങ്കിൽ ഒരു 1/2 നാരങ്ങാനീര് ഒഴിച്ചാലും മതി. ഇപ്പം നമ്മളിപ്പോൾ വിനീഗർ ഒഴിക്കാൻ പറ്റും. സ്മെല്ല് വരുന്നില്ലേ, ചുമന്നുള്ളിയുടെയും വറ്റൽമുളകിന്റെ ഒക്കെ. ഈ കക്കയിറച്ചിക്കായിട്ട് അതിനായിട്ടൊരു സ്മെല്ലില്ല ആക്ച്വലി അല്ലേ? ഇല്ല, കക്കയിറച്ചി നമ്മൾ ആദ്യം വേകുന്ന സമയത്ത് ഒരു സ്മെല്ല് വരും. അതിപ്പോൾ നമ്മൾ വെന്തെല്ലാം ഇതായി കഴിയുമ്പോൾ ആ സ്മെല്ല് അങ്ങ് മാറും. ആദ്യം
ചെയ്യുന്ന സമയത്തെ നമ്മൾ വേവിക്കുമ്പോഴേ ആ വെള്ളം നമ്മൾ വേവിക്കുന്ന സമയത്ത് ആവി വരുമല്ലോ, അപ്പോൾ ഒരു വല്ലാത്ത സ്മെല്ല് വരും. പക്ഷെ അത് എന്ത് കഴിയും, അതിനാണ് ഈ വിനാഗിരിയൊക്കെ ചേർക്കുന്നത്. നാരങ്ങ നീര് ചേർത്താലും നല്ലതാ, ഒന്ന് ബാലൻസ് ചെയ്യാൻ. അല്ലാണ്ട് ഈ മസാലയുടെ ഒക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട്. അതെ. പിന്നെ ഇത് അടച്ചു വെക്കണം? ഇല്ല, അടച്ചു വെക്കല്ല്. ഇങ്ങനെ തുറന്ന് തന്നെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഓക്കെ. ഇതായത് ഒച്ചയൊക്കെ വരുന്നുണ്ട്. ആ ഒച്ച കേൾക്കുന്ന നമ്മളിങ്ങനെ കടുവ് പൊട്ടുന്ന പോലത്തെ ഒരു ശബ്ദം കേട്ടോ, അത് അതിന്റെ കറക്റ്റ് പാകം, നല്ല റോസ്റ്റ് ആയി എന്നുള്ളതിന്റെയാണ്. ഇപ്പൊ ഫൈനൽ സ്റ്റേജ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ പിന്നെ പെപ്പറും കൂടെ ചേർക്കാനുണ്ട്. ഇത് ഓൾറെഡി നല്ല എരിവുണ്ട്. ഇനി ഒരു അര സ്പൂൺ കുറവ് പെപ്പർ പൊടി, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ഇനി പെപ്പർ ഇടുവാണ്. ഓൾറെഡി നല്ല എരിവുണ്ട്, അപ്പൊ അതിലേക്ക് നമ്മൾ പെപ്പറും കൂടി ഇടുവാണ്. പെപ്പർ ഇട്ടതിന് ശേഷം ഇനി എത്ര നേരം കൂടി വഴറ്റണം? ഒരു 5 മിനിറ്റ് സിമ്മിൽ. ഇതുപോലെ നേരത്തെ ഇത്രയും നേരം നമ്മൾ 10 മിനിറ്റ് സിമ്മിൽ വെച്ച് നന്നായിട്ട് വഴറ്റിയപ്പോഴാണ് ഈ ഒച്ച വരാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഒരു പരുവായി, ലൈക്ക് പെപ്പർ ഇടേണ്ട സമയമായി. അപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞ് പെപ്പർ ഇട്ടു. ഇനി 5 മിനിറ്റ് ഒന്നും കൂടി സിമ്മിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ഒരു പണിയും കൂടെ ഉണ്ട്. തേങ്ങ കൊത്ത് വറുത്ത് ഇതിനകത്തോട്ട് ഇടണം. അതൊരു ടേസ്റ്റ് ആണ്. അത് ഇടയ്ക്ക് ആ തേങ്ങ കൊത്ത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ കളറൊക്കെ അങ്ങോട്ട് മാറി. നേരത്തെ ഒരു മഞ്ഞ കളറൊക്കെ ആയിരുന്നു, ഇപ്പൊ ഫുൾ ബ്ലാക്ക് ആയി. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഞാനൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ആവാൻ പോകുന്നതായി, ബ്ലാക്ക് ആയി. ഇത് നമ്മള് തേങ്ങാക്കൊത്ത് സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് ഇതിലേക്ക് ഇടും. നല്ല സ്പൈസിയാണ് ഇതിന്റെ കപ്പ. പിന്നെ ചോറ് എല്ലാത്തിന്റെ കൂടെ ആക്ച്വലി കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ വേണമെങ്കിലും കഴിക്കാം അല്ലേ? അതെ. തേങ്ങ നല്ല ബ്രൗൺ നിറാവുന്നുണ്ട്. ഓക്കെ. ഇത് നിങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുവായിരുന്നല്ലേ? ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച് രാവിലെ അത് കഴുകി മമ്മി പറഞ്ഞുതരും. 8-9 പ്രാവശ്യത്തോളം തീ ഓഫ് ചെയ്തു. നല്ല ബ്രൗൺ നിറവായി. ഇനിയിപ്പം എണ്ണ വേണ്ട, എണ്ണ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. തേങ്ങ കൊത്ത് മാത്രം. ഒന്നുകൂടി ഒന്ന് നല്ലപോലെ ഇളക്കുവാണ്. ആഹാ, ആ ലുക്ക് തന്നെ മാറി. ഫൈനൽ സ്റ്റേജിലെത്തി. ഓക്കെ. നേരത്തെ പറഞ്ഞ ഇത് നല്ല കാൽഷ്യം കണ്ടന്റ് ഉള്ള സാധനം. അതെ അതെ അതെ, കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണിത്. നമ്മളിപ്പോൾ അത് എണ്ണയൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നല്ല സ്പൈസിയാണ്. ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ല ഇതാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ചെറിയ പ്രയാസമേ ഉള്ളൂ. അതെ, ഇത് ആക്ച്വലി ഇത് 2-3 ദിവസം നമ്മൾ ഇരുന്നാൽ തന്നെയും ചീത്തയാവത്തുമില്ല. തക്കാളി ഒന്നും ചേർത്തിട്ടില്ല. ചെയ്ത് ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേവിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇടയ്ക്ക് ആവശ്യം. നല്ല ലുക്ക് ഉണ്ടല്ലേ, നല്ലൊരു കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. കഴിച്ചു കഴിയുമ്പോൾ പിന്നെ നിർത്താനും തോന്നത്തില്ല. ഓഹോ, ഇത് ഇങ്ങനെ റോസ്റ്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? ഇതിപ്പം നമ്മൾ തേങ്ങ ചുരണ്ടി ഇട്ടിട്ട് അങ്ങനെ അത് ചെയ്യാതൊരു മെത്തേഡ്. തേങ്ങ നമ്മൾ തോരനൊക്കെ ചിരണ്ടി ഇടത്തില്ലേ, അതുപോലെ അങ്ങനെ ചെയ്യാം. പിന്നെ കറി ഇല്ല, അങ്ങനൊന്നും ഇല്ല. ഇപ്പം ഈ തേങ്ങ നമ്മളിപ്പം ഇത് ഇടുന്ന പോലെ ഇപ്പൊ തേങ്ങ ചേർത്തിട്ട് തോരൻ വെക്കുന്ന പോലെ ആ ഇതിൽ ചെയ്യാം. പിന്നെ ഇത് കൂടുതലും കറി അങ്ങനെ സാധാരണ വെക്കാറില്ല. പിന്നെ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ്. ഇതുവരെ ചെയ്ത് നോക്കിയിട്ടൊന്നും ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. കപ്പ വേവിച്ചിട്ടേ അധികം വേവിക്കാതെ നമ്മൾ പുഴുങ്ങി ഉടച്ചിട്ട് അതിനകത്ത് ഇത് സ്റ്റഫ് ചെയ്തിട്ട് സൈഡ് ഒട്ടിച്ച് റോള് പോലെ ആക്കിയിട്ട് നമ്മൾ വെജ് റോളൊക്കെ ചെയ്യുന്ന പോലെ മുട്ടയിൽ മുക്കി റൊട്ടിപ്പൊടിയിൽ മുക്കി ഒന്ന് വറുത്ത്. തീർച്ചയായും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഞങ്ങളെ വിളിച്ചറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു. തീർച്ചയായും വിളിക്കാം. അപ്പൊ നമ്മളുടെ ഇത് ഏകദേശമായി, കക്ക റോസ്റ്റ് ഏകദേശമായി കഴിഞ്ഞു. ഇനി ഇതിന്റെ റീക്യാപ്പ് എടുത്താലോ ചേച്ചി? ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഫസ്റ്റ് വേവിച്ചല്ലോ. ഫസ്റ്റ് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, സവോള ഇതെല്ലാം ചേർത്ത് നമ്മൾ വേവിച്ച ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചതച്ചത്, വറ്റൽമുളക് ചതച്ചത് എല്ലാം ചെറിയ ഉള്ളി മുരിഞ്ഞ് കഴിഞ്ഞ് വറ്റൽമുളകും ചേർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മുരിഞ്ഞ ശേഷം ഗരം മസാല ചേർത്തു. പിന്നെ അതിന് കറിവേപ്പില ചേർത്തു. കറിവേപ്പില ചേർത്തതിന് നമ്മൾ ഈ വേവിച്ച് വെച്ച മുഴുവനിട്ട് ഒരു പകുതി സ്റ്റേജ്, അതായത് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമ്മൾ 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചു.
വിനാഗിരി ഒഴിച്ചു. ആ എരിവും അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി വിനാഗിരി ഒഴിച്ചു. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഒരു 1/2 സ്പൂൺ പെപ്പർ ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു, പെപ്പർ ഇട്ടു. പിന്നെ നന്നായിട്ട് വഴണ്ടോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്ത് അതിനകത്ത് ഇട്ടു ചേർത്തു. നല്ല ബ്ലാക്ക് കളർ ആവുന്ന മൊത്തം നമ്മളിതൊരു 15-20 മിനിറ്റ് എങ്കിലും നമ്മൾ മൊത്തം വേണം സിമ്മില്, നല്ല ഇതേ സ്റ്റേജിൽ വരാൻ വേണ്ടി. സിമ്മിൽ ചെയ്താൽ മതി, കയ്യിൽ വെക്കാം. സിമ്മിൽ ചെയ്ത് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അടിക്കൊന്നും അങ്ങനെ പിടിക്കത്തില്ല. ചെയ്താൽ മതി. കക്ക റോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് ഇതിനെ ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യാം. ഇത് ഗാർണിഷ് ചെയ്തിരിക്കുന്ന നോക്കിയേ, തക്കാളി പച്ചമുളകൊക്കെ ഭയങ്കരമായിട്ട് വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, നല്ല ചൂടുണ്ട് കേട്ടോ. അല്ല, ഇത് കുറെ നേരം വെക്കേണ്ടി ചൂടോടെ കഴിക്കുന്ന നല്ലത്. ആണോ? ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ചേച്ചി പറഞ്ഞത് കറക്റ്റ് ആട്ടോ. കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ തോന്നത്തില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി ചോറിന്റെ കൂടെ ഒന്നും കഴിക്കണ്ട, വെറുതെ കഴിച്ചാൽ മതി. ചോറിന്റെ കൂടെ നന്നായിരിക്കും, കപ്പയുടെ കൂടെ നന്നായിരിക്കും. കുറെ പേര് അവിടെ കൊതി വിടുന്നു. അനിയനാണോ? അനിയൻ വരൂ. ഹലോ അനിയൻ. ഹലോ അനിയൻ. ഒരു അനിയത്തിയും കൂടി ഇല്ലേ? അനിയത്തിയുണ്ട്. അനിയത്തി അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. നാണമാണ്. അപ്പൊ ഇതാണ് അനിയത്തി. രണ്ടുപേരും ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഞങ്ങൾ ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഞാൻ തന്നെ നോക്കണോ? അതെ, നമ്മളെല്ലാരും തന്നെ നോക്കണം. ഞങ്ങളെ നോക്കിയോ? താങ്ക്സ്. ഓക്കെ, വാക്കുകളില്ല, വചനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ സൂപ്പർ ആയിട്ടുണ്ട്. കഴിച്ചു നോക്കൂ. ഉണ്ടാക്കിയ ആള് കഴിക്കണ്ടേ? എപ്പിടി ഇருக்கு? നല്ല ഇருக்கு. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി. ഇവിടെ ഒരാൾ പറഞ്ഞു തരുന്നില്ല, പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരു വിഷമം കുറെ കഴിച്ചാൽ തീരും, അത് പെട്ടെന്ന് തീരും. അതുകൊണ്ട് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിൾ അല്ല, കുറച്ച് പണിയൊക്കെ ഉണ്ട്. വൃത്തിയാക്കാൻ ക്ലീനിങ് പ്രോസസ്സ് മാത്രമേ പണുള്ളൂ. അത് ഇങ്ങനത്തെ ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി, അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇതുപോലത്തെ ഇനിയും നല്ല എപ്പിസോഡുകളായിട്ട് അടുത്ത ആഴ്ച ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. Till then it's bye from Sarah. എല്ലാവരുടെയും പേര് പറഞ്ഞേ. വിനു, അനു ചേച്ചി. അപ്പൊ till then it's bye from all of us. Bye.